നിമിഷപ്രിയ 8 വർഷത്തിലധികമായി യമനിലെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇത് കഴിയുന്നതുമായി ബന്ധപ്പെട്ട് അവരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. അത് തലാൽ എന്ന് പറയുന്ന ഒരാളിനെ കൊന്നതുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ തലാലിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ സംഭവമൊക്കെ വരുന്നത്. അതിൽ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഖത്താഫ് മെഹ്ദി എന്ന് പറയുന്ന അദ്ദേഹം ഇന്ത്യയിലും കേരളത്തിലും വളരെ കൃത്യമായി നിമിഷപ്രിയയ്ക്കയുടെ അനുകൂലമായും പ്രതികൂലമായും ഇവിടെ വരുന്ന ചർച്ചകളും, അത് മലയാളത്തിലാണ് വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും അത് മലയാളത്തിലാണ്. ഇതെല്ലാം വളരെ കൃത്യമായി ആരോ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ കൃത്യമായി ആർക്കെത്തിക്കുന്നുണ്ട്? അബ്ദുൽ ഖത്താഫ് മെഹ്ദിക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ അതനുസരിച്ച് അദ്ദേഹവും അറബിയിൽ അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഡോക്ടർ കെ പോൾ രംഗത്ത് വന്നു. അപ്പോൾ കെ പോൾ വന്ന് പറഞ്ഞത് വധശിക്ഷയൊക്കെ റദ്ദാക്കി, ഇനി പ്രശ്നമൊന്നുമില്ല, ഇത് ഉടനെ തന്നെ തിരിച്ചു വരുമെന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ. അദ്ദേഹം നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്നു, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അദ്ദേഹം പറഞ്ഞു. എന്തായാലും മോചിതയായിട്ടില്ല, അത് വേറെ കഥ. അതിൻ്റെ ഇടയിലാണ് ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ അവിടുത്തെ സൂഫി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെടുത്തി വന്നത്. അതിലും ഈ അബ്ദുൽ ഖത്താഫ് മെഹ്ദി എന്ന് പറയുന്ന ഈ മരിച്ച തലാലിൻ്റെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ പറയുന്നത് ഞങ്ങൾക്കിതിലൊന്നും ഒരു ബന്ധമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. എന്താണോ ഇസ്ലാം വിധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഖുറാനിൽ പറയുന്നത് ഇസ്ലാമിൻ്റെ വിധി എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് തെളിയിച്ചിട്ടാണല്ലോ കിടക്കുന്ന നിമിഷപ്രിയ. കൃത്യമായി അവർ തൂക്കിലേറ്റപ്പെടും, അതിൽ വേറെ ആരും ഇടപെടേണ്ട എന്നുള്ളതാണ് സഹോദരൻ നിൽക്കുന്ന വഴി. മരിച്ച ആളിൻ്റെ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരൻ ഒരു വഴിക്ക്, ഈ ഡോക്ടർ പോൾ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെതായ ലൈനിൽ അദ്ദേഹം വേറെ വഴിക്ക്, ഈ അബ്ദുൽ ഖത്താഫ് മെഹ്ദി വേറൊരു വഴിക്ക്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പല ആൾ, പിന്നെ കാന്തപുരത്തിൻ്റെ വഴിക്ക്. എന്തായാലും ഒരു വളരെ ലളിതമായി ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ കൃത്യമായി പ്രൊഫഷണലായും കുറച്ച് രഹസ്യമായിട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ ചാനലുകളും അതുപോലെ ഇവിടെ അടുപ്പൂട്ടി ചർച്ച നടത്തുന്നവരും മരമുറിക്കാരും ഇവരെല്ലാം കൂടി ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി ഇതെല്ലാം അവിടെ യമനിൽ കിട്ടുകയും അത് വഷളാക്കി വലിയ രൂപത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടുന്നു, സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു. വേറൊരു രാജ്യത്താണ്, അവിടെ നയതന്ത്ര പ്രാധാന്യം എന്നുള്ള രാജ്യമല്ല, 2 ഗോത്രവർഗ്ഗങ്ങൾ ഭരിക്കുന്നത്, അവർ തമ്മിൽ സംസാരിക്കുക പോലുമില്ല, വലിയ തർക്കമാണ് നടക്കുന്നത്. ഒരു രാജാവിൻ്റെ ഭരണം പോലത്തെ രാജ്യമാണ്. അവിടെ കൃത്യമായ ഭരണഘടനയോ നിയതമായ നിയമങ്ങളോ പലതും ഇല്ലാത്ത രാജ്യമാണ്. അപ്പോൾ അവിടെ പോയി ഇടപെടൽ എളുപ്പമല്ല. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുന്നത് പോലെ ഇപ്പോൾ അമേരിക്ക വേണമെങ്കിൽ ഇപ്പോൾ ഇടപെടാം, പക്ഷേ ഇവിടെ അത്ര എളുപ്പമല്ല. ഇതൊക്കെ മനസ്സിലാക്കി ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് ഓക്കെ, ഗവൺമെൻറ്റിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ ആളുകളെല്ലാം മതപണ്ഡിതന്മാർ ഇവർ എല്ലാവരും ഇടപെട്ടു. എല്ലാവരും അവകാശവാദം ഉന്നയിച്ചു. ഉള്ള കത്തും ഇല്ലാത്തത് കത്തെന്ന് പറഞ്ഞ് അറബിയിൽ വന്ന കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്തു. അവസാനം ഇപ്പോൾ വീണ്ടും വളരെ സങ്കീർണമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഡോക്ടർ കെ പോളിൻ്റെ ഒരു പ്രസ്താവന എക്സിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കും ഇതെല്ലാം അങ്ങോട്ട് എക്സിലും വൈയിലും പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്, അല്ലാതെ ഇത് കാര്യമല്ല നടക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നിമിഷപ്രിയയുടെ ഒരു മോചനം നടക്കുമോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോഴും ഈ സഹോദരനാണല്ലോ പ്രധാനപ്പെട്ട ആൾ, ജീവിച്ചിരിക്കുന്ന കൊല്ലപ്പെട്ട ആളിൻ്റെ തലാലിൻ്റെ സഹോദരൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നു ഇസ്ലാമിൻ്റെ വിധി തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ എന്ത് വിധി നടപ്പിലാകും? ഒത്തുതീർപ്പ് നടപ്പിലാകുമോ? ഇസ്ലാമിൻ്റെ വിധി നടപ്പിലാക്കണമെന്ന് പറയുന്നതിൽ കുറ്റത്തിന് പകരമായി തൂക്കിലേറ്റുമോ? എന്തായാലും ഒരു പ്രാവശ്യം 16-ാം തീയതി തൂക്കിലേറ്റാനിരുന്നു, മാറി ഇപ്പോൾ 4-5 ദിവസം കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരുമെന്ന് നമുക്ക് കരുതാം. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ശ്രീജിത്ത് പണിക്കരും സംഘവും ഒക്കെ കിടന്ന് വേണ്ട ബഹളം, ഹരീഷ് പേരടിയും വേണ്ട ബഹളമാണ്. എന്തിനാണ് കൊണ്ടുവരണം, കൊല്ലണം, വേണം. നമ്മളെന്താന്നേ, ഒരാൾ ജയിലിൽ പോയി, ഒരു കേസിന് ജയിലിൽ പോയി, അവർ സെൽഫ് ഡിഫെൻസിന് പോയതാണോ, എന്തിൻ്റെ ഭാഗമായിട്ട് വേണം, കേസിൻ്റെ പേപ്പറൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ല, കാണാതെ ഇവിടെ കിടന്ന് നമ്മൾ അവിടെ മരണവെപ്രാളം, ഇവിടെ ആഘോഷം എന്ന് പറഞ്ഞ കണക്ക് നമ്മളെന്തിനാണ് ഇവിടെ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ കിടന്ന് അടിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും കൊള്ളാം, നടക്കട്ടെ. എന്തായാലും നിമിഷപ്രഭ എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം.